الحمد لله حمدا كثيرا طيبا مباركا فيه نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم وقدمنا إلى ما عملوا من عمل فجعلناه هباء منثورا رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ടും അവൻ്റെ വിധിവിലക്കുകൾ കഴിവിൻ്റെ പരമാവധി പാലിച്ചും സൂക്ഷിച്ചും ശ്രദ്ധിച്ചും ജീവിക്കുവാൻ പരിശ്രമിക്കണമെന്ന് അർഹതക്കനുസൃതമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. കഴിഞ്ഞ ഒരു മാസക്കാലം പകൽ വ്രതത്തിലും രാത്രി നമസ്കാരത്തിലും പ്രാർത്ഥനയിലുമായി നമ്മളെല്ലാം കഴിച്ചുകൂട്ടിയിരിക്കുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏറ്റവും അധികം അമലുകൾ, പ്രവർത്തനങ്ങൾ, സൽക്കർമ്മങ്ങൾ സമ്പാദിച്ചു കൂട്ടുന്ന മാസമാണ് റമദാൻ എന്നുള്ളത്. മറ്റു മാസങ്ങളെക്കാളൊക്കെ ഉപരിയായി റമദാനിൽ നമ്മൾ ധാരാളം ചെയ്യാറുണ്ട്, ധാരാളം പ്രവർത്തിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാം നല്ല പ്രതീക്ഷയിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് ആ അമലുകൾ സ്വീകരിച്ചാൽ എന്തെല്ലാം അമലുകളാണ്, എന്തെല്ലാം പുണ്യങ്ങളാണ് ആ അമലുകൾ കൊണ്ടുവരുന്നത് എന്ന് നമുക്ക് നല്ല ഓർമ്മയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ കാത്തിരിക്കുകയാണ് നമ്മൾ അനുഷ്ഠിച്ച അമലിനെ സംബന്ധിച്ച്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പിനെ പറ്റി പറഞ്ഞപ്പോൾ
ലിസ്വാഇമി ഫർഹതാനി എന്നാ പറഞ്ഞത്. നോമ്പുകാരന് 2 സന്തോഷമുണ്ട്. ഫർഹത്തുൻ ഹീന യുഫ്തിറു, ഒരു സന്തോഷം എന്നാൽ ഹീന യുഫ്തിറു, അവൻ നോമ്പ് മുറിക്കുന്ന സമയത്തെ ഒരു സന്തോഷം. ആ സന്തോഷം നമ്മൾ അനുഭവിച്ചു. വഫർഹത്തുൻ, മറ്റൊരു സന്തോഷം എന്നാൽ ഹീന യൽഖാ റബ്ബഹു, അവന്റെ റബ്ബിനെ അവൻ കണ്ടുമുട്ടുന്ന സമയത്താണ് മറ്റൊരു സന്തോഷം. ആ സന്തോഷം മരണത്തിന് ശേഷമാണ് ലഭിക്കുക. ആ സന്തോഷം എന്നാൽ ഈ റമളാനിൽ നമ്മൾ അനുഷ്ഠിച്ച അനുഷ്ഠാനങ്ങൾ, അള്ളാഹുവിൻ്റെ പൊരുത്തവും തൃപ്തിയും പ്രതിഫലവും ആഗ്രഹിച്ച് നമ്മൾ ചെയ്ത സൽക്കർമ്മങ്ങൾ, ആ സൽക്കർമ്മങ്ങൾക്ക് അള്ളാഹു ഒരു പകരം നൽകലുണ്ട്. ആ നന്മകൾക്ക് അള്ളാഹു നമുക്കൊരു പകരം നൽകലുണ്ട്. ആ പകരം ലഭിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷമാണ് അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോഴുള്ള സന്തോഷം. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. നമ്മളെല്ലാം പ്രതീക്ഷയിലാണ്. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് മാത്രമല്ല പറഞ്ഞു തന്നത്. അള്ളാന്റെ റസൂൽ റമളാൻ കൊണ്ട് നശിച്ചുപോയ മനുഷ്യനെയും പറ്റിയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത് റുബ്ബ സ്വാഇമിൻ ലൈസ ലഹു മിൻ സിയാമിഹി ഇല്ലൽ ജൂഉ വൽ അതശ്. എത്രയെത്ര രാത്രി നോമ്പുകാരാണ്, റുബ്ബ സ്വാഇമിൻ, എത്രയെത്ര നോമ്പുകാരാണ്, ലൈസ ലഹു, അവനില്ല, മിൻ സിയാമിഹി, അവന്റെ നോമ്പ് കൊണ്ട്, ഇല്ലൽ ജൂഉ വൽ അതശ്, ജൂഉം അതശുമല്ലാതെ, വിശപ്പും ദാഹവുമല്ലാതെ വേറെ ഒന്നും ലഭിക്കാത്ത നോമ്പുകാർ എത്രയെത്ര ആളുകളുണ്ട്. വറുബ്ബ ഖായിമിൻ, എത്രയെത്ര നിൽപ്പുകാരുണ്ട് എന്ന് പറഞ്ഞാൽ നമസ്കാരക്കാരുണ്ട്. ലൈസ ലഹു, അവനില്ല, മിൻ ഖിയാമിഹി, അവന്റെ നിസ്കാരം കൊണ്ട്, നൃത്തം കൊണ്ട്, ഇല്ല സഹർ, ഉറക്കച്ചടവല്ലാത്ത. അപ്പൊ രാത്രി നിസ്കരിച്ച എത്ര ആളുകളുണ്ട്. അവർക്ക് കിട്ടിയത് എന്താ? ആ നിസ്കരിച്ച ഉറക്കച്ചടവ്, അത് മാത്രമാണ് അവർക്ക് കിട്ടിയത്. ആ ക്ഷീണം. പകല് നോമ്പ് അനുഷ്ഠിച്ചവരുണ്ട്, എന്താണ് അവർക്ക് കിട്ടിയത്? പകലിൽ അവർ പട്ടിണിയിലായി, വിശന്നു, അതിൻ്റെ അപ്പുറത്തേക്ക് അവർക്ക് ഒന്നും ലഭിച്ചില്ല. അങ്ങനത്തെ ആളുകൾ ഉണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പുകാരുടെ കൂട്ടത്തെ നോക്കിയിട്ട് പറഞ്ഞു. ഇനി രണ്ടാമത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞെന്തറിയോ? ഇന്ന ജിബിരീല അതാനി, ജിബിരിൽ ഒരിക്കൽ എൻ്റെ അടുത്തേക്ക് വന്നു, ഫഖാൽ, എന്നിട്ട് എന്നോട് പറഞ്ഞു, നബിനോട് പറയാൻ പറഞ്ഞു, മൻ അദ്റക റമളാൻ, ആർക്കെങ്കിലും റമളാൻ വന്നു കിട്ടിയിട്ട്, ഫലം യുഗ്ഫറു ലഹു, എന്നിട്ട് അവന് പൊറുക്കപ്പെട്ടിട്ടില്ല, ഫഅബ്അദ അല്ലാഹ്, അള്ളാഹു അവനെ വിദൂരം അകറ്റട്ടെ, അല്ലെങ്കിൽ പടച്ചവനിൽ നിന്നുള്ള അകൽച്ച അവനുണ്ടാകട്ടെ എന്ന് അദ്ദേഹം പറഞ്ഞു. ഖുൽ, പ്രവാചകരെ, ഖുൽ ആമീൻ, താങ്കൾ ആമീൻ പറയുക. ജിബ്രീൽ ദുആ ചെയ്യാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആമീൻ പറയാണ്. ഫഖുൽതു ആമീൻ, അപ്പോൾ ഞാൻ ആമീൻ പറഞ്ഞു എന്ന് ഇബ്നു മാജ ഉദ്ധരിച്ച ഹദീസിൽ കാണാം. അവ 2 കാര്യമാണ്. റസൂലുള്ള പറയാണ്, നോമ്പുകാരനൊരു പ്രത്യേക സന്തോഷമുണ്ട്. ആ സന്തോഷം നോമ്പ് മുറിക്കുമ്പോഴുണ്ട്, അള്ളാഹിനെ കണ്ടുമുട്ടുമ്പോഴുണ്ട്. അതേ റസൂലുള്ള പറയാണ്, ചില നോമ്പുകാരുണ്ട്, ആ നോമ്പുകാർക്ക് വിശപ്പല്ലാതെ വേറെ ഒന്നും പ്രതിഫലമില്ല. ചില ആളുകൾ റമളാൻ കൊണ്ട്, ആ റമളാനിൽ ഒന്നും ചെയ്യാതെ റമളാൻ കൊണ്ട് നശിച്ചു പോയവരും ഉണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഈ എല്ലാ വകുപ്പുകളും നോമ്പെടുത്ത ആളുകളിലുണ്ട്. രക്ഷപ്പെട്ടവര് മാത്രമല്ല, മറിച്ച് കർമ്മങ്ങൾ അതുകൊണ്ടൊരു ഫലവും കിട്ടാത്തവരുണ്ട്. നമ്മൾ അനുഷ്ഠിച്ച നോമ്പിനെ പറ്റി നമ്മൾ ഓർക്കേണ്ടത് അങ്ങനെയാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫുർഖാനിൽ 23-ാമത്തെ ആയത്ത് ആമുഖമായി ഞാൻ ഓതി വെച്ചു. അള്ളാഹു അവിടെ ചില ആളുകളുടെ അമലുകളെ പറ്റിയിട്ട് അള്ള പറയാം. ചില മനുഷ്യന്മാരുടെ അമലുകൾ, വഖദിംനാ ഇലാ മാ അമിലു മിൻ അമലിൻ, അവർ ചെയ്ത അമലുകൾക്ക് നേരെ നാം തിരിയും, അവരുടെ സൽക്കർമ്മങ്ങൾക്ക് നേരെ നാം തിരിയും. ഫജഅൽനാഹു ഹബാഅൻ മൻസൂറ, എന്നിട്ട് നാം അതിനെ ചിതറിയ ധൂളികളാക്കി കാറ്റിൽ പാറ്റിക്കളയും. അതിനെ സ്വീകരിക്കാതെ ആ അമൽ സ്വാലിഹാത്തുകളെ അള്ളാഹു പാറ്റിക്കളയും. അങ്ങനത്തെ ചില ആളുകളുണ്ട്. അമലൊക്കെ ചെയ്തവരാണ്, പക്ഷെ ആ അമൽ കൊണ്ട് അവന് യാതൊരു പ്രതിഫലവും കിട്ടിയില്ല. ആമിലത്തുൻ നാസിബ, അമൽ ചെയ്ത് ക്ഷീണിച്ചവനാണ്, നോമ്പെടുത്ത് ക്ഷീണിച്ചു.
രാത്രി നമസ്കാരത്തിന് എഴുന്നേറ്റു, ദീർഘമായി നമസ്കരിച്ചു. ക്ഷീണിച്ചിട്ടാണ് അവൻ ഖുർആൻ ഓതിയത്. ക്ഷീണിച്ചിട്ടാണ് ഓരോ അമലും ചെയ്തത്. ആമിലത്തുൻ നാസിബ. അങ്ങനെ അമല് ചെയ്ത് 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 ക്ഷീണിച്ചവൻ തസ്ലാ നാറൻ ഹാമിയ. അവനെ നാം ചുട്ടുപൊള്ളുന്ന നരകത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. തുസ്ഖാ മിൻ ഐനിൻ ആനിയ. അവന്റെ തൊണ്ടയെ ഉരുക്കിക്കളയുന്ന ചൂടുവെള്ളമാണ് നാം അവൻ ഒരുക്കി വെച്ചിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുക. ആരാണ്? ആമിലത്തുൻ നാസിബ. അമല് ചെയ്തിട്ട് നല്ല അമലൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷേ അള്ളാഹു അവനെ സ്വീകരിക്കുന്നത് അങ്ങനെയാണ്. അവന്റെ അമൽ അള്ളാഹു അതിനെ ആദരിക്കുന്നില്ല. ആ അമൽ അള്ളാഹുവിന് വെറുപ്പാണ്. ആ അമൽ അള്ളാഹു സ്വീകരിക്കുന്നില്ല. നോമ്പാണ്, നിസ്കാരമാണ്, സക്കാത്താണ്, ദാനധർമ്മങ്ങളാണ്, പക്ഷേ അള്ളാഹു അതിനെ ബഹുമാനിക്കുന്നില്ല, അള്ളാഹു അതിനെ ആദരിക്കുന്നില്ല. പടച്ചവൻ അതിനെ ഖബാഅൻ മൻസൂറ, അതിനെ വെണ്ണീർ പോലെ കാറ്റിൽ പറത്തിക്കളയാണ്. അങ്ങനത്തെ അമലുകൾ ഒരു പക്ഷേ നമ്മുടെ കൂട്ടത്തിൽ അങ്ങനെ നോമ്പ് പോകുന്ന ആളുകളുണ്ടാവും, അങ്ങനെ രാത്രി നമസ്കാരം പോകുന്ന ആളുകളുണ്ടാവും, അങ്ങനെ അമൽ സ്വാലിഹാത്തുകൾ നഷ്ടപ്പെട്ടവരുണ്ടാകും. ഇതാണ് റമദാൻ കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനെ മതിച്ചുകൊണ്ടിരിക്കേണ്ട ചിന്ത. എല്ലാം പടച്ചവൻ സ്വീകരിക്കുന്നു വിചാരിക്കണ്ട. നമ്മൾ അനുഷ്ഠിച്ചതെല്ലാം അള്ളാഹു സ്വീകരിക്കുമോ? അള്ളാഹു അതിനെ ഉൾക്കൊള്ളുമോ? അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ ആദരിക്കുമോ? പടച്ചവൻ അതിന് പ്രതിഫലം വെക്കുമോ? നമുക്ക് ഒരു ഉറപ്പില്ല. അതുകൊണ്ട് ഓരോ നിമിഷവും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം വിശ്വാസി. ഓരോ നിമിഷവും പ്രാർത്ഥിക്കണം, പടച്ചവനെ എന്റെ നോമ്പ് സ്വീകരിക്കണേ എന്ന പ്രാർത്ഥനയാണ്. അതാണ് സലഫുകളെ പറ്റി പറഞ്ഞത്. റമദാൻ കഴിഞ്ഞാൽ പിന്നെ അടുത്ത 6 മാസം അവരുടെ ദുആയിൽ പടച്ചവനെ ആ റമദാനെ സ്വീകരിക്കണേ, എന്റെ റമദാനിലെ അമലുകളെ സ്വീകരിക്കണേ, എന്റെ നോമ്പിനെ സ്വീകരിക്കണേ, എന്റെ രാത്രി നമസ്കാരങ്ങളെ സ്വീകരിക്കണേ, എന്റെ ദാനധർമ്മങ്ങളെ സ്വീകരിക്കണേ, എന്റെ ഖുർആൻ പാരായണങ്ങളെ സ്വീകരിക്കണേ എന്ന് ദുആ ചെയ്യലാണ് പിന്നെ സഹാബത്തിന്റെ സലഫുകളുടെ പണി. അടുത്ത 6 മാസക്കാലം അവരതില ഒരു റമദാൻ കഴിഞ്ഞാൽ. കാരണം ഇത് സ്വീകരിക്കും എന്ന് നമുക്ക് യാതൊരു ഉറപ്പില്ല. അള്ളാഹു നമുക്ക് പുറത്തു തരും എന്ന് യാതൊരു ഉറപ്പില്ല. അള്ളാഹു പുറത്തു തരാത്ത അമലുകൾ നഷ്ടപ്പെട്ടു പോയ ആളുകളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ നമ്മളുണ്ടോ എന്ന് നമ്മൾ നോക്കിയാൽ മതി. ഈ റമദാൻ സ്വീകരിച്ചോ? ഈ റമദാനിലെ നോമ്പ് സ്വീകരിക്കോ? ഈ റമദാനിലെ നിസ്കാരം സ്വീകരിക്കോ? ഈ റമദാനിലെ നമ്മൾ അമൽ സ്വാലിഹാത്തുകൾ സ്വീകരിക്കുമോ? അതല്ല, ആമിലത്തുൻ നാസിബ, അമൽ ചെയ്ത് ക്ഷീണിച്ച് തസ്ലാ നാറൻ ഹാമിയ, നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്നവരുടെ കൂട്ടത്തിലാണോ നമ്മൾ പെടുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. ഇമാം മാലിക് അദ്ദേഹത്തിന്റെ മുവത്തയിൽ ഉദ്ധരിച്ച ഒരു ഹദീസ്, അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതായിട്ട് അബൂ ഹുറൈറ അള്ളാഹുവിനെ പഠിപ്പിച്ചതിലാണ്, തുഫ്തഹു അബ്വാബുൽ ജന്നതി യൗമൽ ഇസ്നൈനി വയൗമൽ ഖമീസ്. തുഫ്തഹു അബ്വാബുൽ ജന്ന, സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്നതാണ്. യൗമൽ ഇസ്നൈനി വയൗമൽ ഖമീസ്, എല്ലാ തിങ്കളാഴ്ചയും എല്ലാ വ്യാഴാഴ്ചയും സ്വർഗ കവാടങ്ങൾ തുറക്കപ്പെടും. അങ്ങനെ ഒരു സമയമുണ്ട്. എല്ലാ തിങ്കളാഴ്ചയും എല്ലാ വ്യാഴാഴ്ചയും സ്വർഗ കവാടങ്ങൾ തുറക്കപ്പെടുന്ന ഒരു സമയമുണ്ട്. ഫയുഗ്ഫറു ലികുല്ലി അബ്ദിൻ മുസ്ലിം, ആ സമയത്ത് എല്ലാ മുസ്ലിമായ അടിമകൾക്ക് അല്ലാഹു പുറത്തെടുക്കും. വെറുതെ പുറത്തെടുക്കും. എല്ലാ തിങ്കളാഴ്ചയും എല്ലാ വ്യാഴാഴ്ചയും, എല്ലാ തിങ്കളാഴ്ചയും എല്ലാ വ്യാഴാഴ്ചയും സ്വർഗ കവാടങ്ങൾ തുറക്കും. അതിലേക്ക് അമലുകൾ കയറിപ്പോകും. ആ സമയത്ത് എല്ലാ മുസ്ലിമീങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കും. എന്താണ് അവന്റെ ഷർത്ത്? പുറത്തു കൊടുക്കാനുള്ള മുസ്ലിമിന്റെ ക്വാളിറ്റി എന്താ? ലാ യുശ്രികു ബില്ലാഹി ഷൈഅ, പടച്ചോനിൽ പങ്കു ചേർക്കാത്ത മുസ്ലിം ആയിരിക്കണം, ശിർക്ക് ചെയ്യാത്ത മുസ്ലിം ആയിരിക്കണം. ശിർക്ക് ചെയ്യാത്ത മുസ്ലിമിന് ഒക്കെ പൊറുക്കും. എല്ലാ തിങ്കളാഴ്ചയും എല്ലാ വ്യാഴാഴ്ചയും അവൻ ചെയ്ത പാപങ്ങൾ പുറത്തു കൊണ്ടേയിരിക്കും സ്വർഗ കവാടങ്ങൾ തുറക്കുന്ന സമയത്ത്. ഇല്ലാ റജുലൻ, 2 മനുഷ്യനൊഴികെ. റസൂലുള്ളാഹി പറയും 2 മനുഷ്യനൊഴികെ. മുവഹിദാണ്, ശിർക്കില്ല, പുറത്തു കൊടുക്കപ്പെടേണ്ടവനായിരുന്നു, പക്ഷേ 2 മനുഷ്യന്മാർക്ക് അല്ലാഹു പുറത്തു കൊടുക്കില്ല. കാനത്ത് ബൈനഹു വബൈന അഖീഹി ശഅനാ, കാരണം അവനും അവന്റെ സഹോദരനും ഇടയിൽ ശത്രുതയുണ്ട്, മുസ്ലിമീങ്ങളിൽ പിണക്കമുണ്ട്.
അങ്ങനെ പരസ്പരം പിണങ്ങിയ, പരസ്പരം ശത്രുത വെച്ച് പുലർത്തിയ, പരസ്പരം സംസാരിക്കാത്ത, പരസ്പരം സലാം ചെല്ലാത്ത, പരസ്പരം മുഖം തിരിച്ചു കളയുന്ന രണ്ട് മുസ്ലിമീങ്ങൾ, അവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കൂല, അവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കില്ല. ഫയുഖാൽ, മലക്കുകളോട് പറയപ്പെടും, അൻദുറൂ ഹാദൈനി ഹത്താ യുസ്തലിഹാ, അൻദുറൂ ഹാദൈനി ഹത്താ യസ്തലിഹാ. അവർ ശരിയാകുന്നത് വരെ അവരെ കാര്യത്തിൽ വെയിറ്റ് ചെയ്യുക, കാത്തിരിക്കുക, പുറത്തു കൊടുക്കണ്ട. അവർക്ക് പുറത്തു കൊടുക്കൽ എഴുതുന്നില്ല, രേഖപ്പെടുത്തുന്നില്ല. മലക്കളോട് പറയാ, അവർ പരസ്പരം ആ പിണക്കം തീർത്തിട്ടുണ്ടോ, പരസ്പരം സലാം ചൊല്ലി പൊരുത്തപ്പെടാൻ പറഞ്ഞിട്ടുണ്ടോ, അതുവരെ വെയിറ്റ് ചെയ്യുക. അവർക്ക് പുറത്തു കൊടുക്കണ്ട. അവർ അമല് മേലേക്ക് ഉയർത്തേം വേണ്ട, അവരുടെ അമല് മേലേക്ക് ഉയരുകയുമില്ല, അവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കുകയുമില്ല. എന്താ പ്രശ്നം? അവർക്കിടയിലെ പിണക്കം അവർ തീർത്തിട്ടില്ല. റമളാന് 30 ദിവസം നോമ്പ് പിടിച്ചവരല്ലേ നമ്മൾ? റമളാനിൽ രാത്രി നമസ്കരിച്ചവരല്ലേ നമ്മൾ? ആ പിണക്കം തീർക്കാതെയാണോ റമളാൻ കഴിഞ്ഞിട്ട് നമ്മൾ ഇരിക്കുന്നത്? എവിടെയൊക്കെ പിണങ്ങിയിട്ടുണ്ടോ, കുടുംബങ്ങളിൽ, കൂട്ടുകാരിൽ, സംഘടനകളിൽ, മുസ്ലിമായ മനുഷ്യനോട് പിണങ്ങിയിട്ടുണ്ടോ? മുസ്ലിമായ മനുഷ്യനോട്. ആരാ മുസ്ലിമായ മനുഷ്യൻ? റസൂലുള്ളാഹി പറഞ്ഞത് എന്താ? മൻ സ്വല്ല സ്വലാത്തന വസ്തഖബല ഖിബ്ലതന. നമ്മുടെ നമസ്കാരം നമസ്കരിക്കുക, 5 നേരം നിസ്കരിക്കുന്നവൻ, കഅബയെ ഖിബ്ലയായി സ്വീകരിച്ചവൻ, നാം അറുത്തത് ഭക്ഷിച്ചവൻ, ഈ 3 കാര്യം കൊണ്ടു. മനസ്സിലായി? 5 നേരം നിസ്കരിക്കുന്ന, കഅബയെ ഖിബ്ലയായി സ്വീകരിച്ച, മുസ്ലിങ്ങൾ അറുത്തത് പരസ്പരം തിന്നുന്ന, ഏത് സംഘടനയിൽ പെട്ടവനായാലും ഏത് മദ്ഹബിൽ പെട്ടവനായാലും അവൻ മുസ്ലിമാണ്. അവനോടുള്ള പിണക്കം തീർക്കാതെ, ഒന്ന് പോയിട്ട് സലാം ചൊല്ലിയിട്ട് പ്രശ്നങ്ങൾ തീർക്കാതെ കുടുംബങ്ങളിൽ പിണങ്ങി നിൽക്കുന്ന ആളുകൾ ഉണ്ടാവും, അല്ല രക്തബന്ധങ്ങളിൽ പിണങ്ങി നിൽക്കുന്ന ആളുകൾ ഉണ്ടാകും. ഈ അമൽ സ്വീകരിക്കണോ? റമദാനിൽ നിന്ന് നമ്മൾ എടുത്ത അമലുകൾ സ്വീകരിക്കണോ? ചെല്ലണം, പിണക്കം തീർക്കണം, പരിഹരിക്കണം. പരിഹരിക്കാതെ അല്ലാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കൂല. അല്ലാഹു പറഞ്ഞ, അല്ലാഹുവിന്റെ റസൂൽ നമ്മളെ പഠിപ്പിക്കുക, വെയിറ്റ് ചെയ്യാൻ പറയും, അവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കൂല. അതുകൊണ്ട് വിശ്വാസികളെ, നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട, റമളാന് ശേഷം നമ്മൾ ചെയ്യേണ്ട പ്രധാന പണി, നമ്മൾ ഏതെങ്കിലും മുസ്ലിങ്ങളായിട്ട് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ, അവരുമായിട്ട് പിണങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ, ഒരു ശരാശരിയുള്ള ഒരു ബന്ധം നിലനിർത്തണം. ചില ബന്ധങ്ങൾ പിണങ്ങിയാൽ പിന്നെ നമുക്കറിയാം അത് മുറിഞ്ഞിട്ട് പിണങ്ങിയതായിരിക്കും, അത് കൂടിച്ചേരാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ ശരാശരി നിർത്തിയേ പറ്റൂ. ഹഖുൽ മുസ്ലിമി അലൽ മുസ്ലിമി സിത്തുൻ. റസൂലുള്ളാഹി പറഞ്ഞല്ലോ, മുസ്ലിമീങ്ങൾക്കിടയിൽ 6 ബാധ്യതയുണ്ട്. ആ 6 ബാധ്യത നിലനിൽക്കണം. അല്ലാതെ നമ്മൾ സദാസമയം അവനായിട്ട് ചെലവഴിക്കണമെന്നോ പഴയതുപോലെ അവനുമായി കൂട്ടുകൂടി നടക്കണോ, ചിലപ്പോൾ പറ്റാത്ത അവസ്ഥ ഉണ്ടാകാം. പക്ഷെ 6 കാര്യങ്ങൾ അവന് കൊടുക്കണം. 6 കാര്യങ്ങൾ കൊടുക്കണം. എന്താ? അവൻ ക്ഷണിച്ചാൽ ക്ഷണം സ്വീകരിക്കണം, അവനെ കണ്ടുമുട്ടിയാൽ സലാം പറയണം, അവന് രോഗിയായാൽ സന്ദർശിക്കണം. റസൂലുള്ളാഹി ഇങ്ങനെ മുസ്ലിങ്ങളെ ബാധ്യത എണ്ണി തന്നില്ലേ? ആ കാര്യങ്ങൾ നിർവഹിച്ചു കൊണ്ടിരിക്കണം. അത് തീർക്കാണ്ട്, അത് ശരിയാക്കാതെ, മുസ്ലിങ്ങൾക്കിടയിലെ പ്രശ്നങ്ങൾ തീർക്കാതെ, അവരിലെ പിണക്കങ്ങൾ തീർക്കാതെ എത്ര റമളാനിൽ നമ്മൾ നോമ്പെടുത്തിട്ടും കാര്യമില്ല, എത്ര ഖിയാമുൽ ലൈൽ നമസ്കരിച്ചിട്ടും കാര്യമില്ല, എത്ര ഇഅ്തിഖാഫ് ഇരുന്നിട്ടും കാര്യമില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കണമെങ്കിൽ അൻദുറൂ ഹാദൈനി ഹത്താ യസ്തലിഹാ, വെയിറ്റ് ചെയ്യ്. അവർക്കിടയിൽ ഇസ്തിലാഹ് നടക്കുന്നുണ്ടോ, അവർക്കിടയിൽ മഞ്ഞുരുക്കമുണ്ടോ, അവർക്കിടയിലെ പിണക്കങ്ങൾ നീക്കുണ്ടോ, അത് നോക്കിയിട്ട് മതി അവർക്ക് പുറത്തു കൊടുക്കൽ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു. ഒന്നാമത്തെ കാര്യത. ഇനി രണ്ടാമത്തെ കാര്യം നോക്കൂ. ഇമാം ഇബ്നു മാജ ഉദ്ധരിച്ച ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലാ അഅലമന്ന അഖവാമൻ മിൻ ഉമ്മത്തി, എനിക്കറിയാവുന്ന എന്റെ ഉമ്മത്തിൽപ്പെട്ട ഒരു വിഭാഗം, യഅതൂന യൗമൽ ഖിയാമത്തി ബിഹസനാത്തിൻ, ധാരാളം നന്മകളുമായിട്ട് അവരെ അല്ലാഹു കൊണ്ടുവരും. റസൂലുള്ളാഹിന്റെ ഉമ്മത്താണ്, റസൂലുള്ളാഹിക്ക് മനസ്സിലായ റസൂലുള്ളാഹിന്റെ ഉമ്മത്തിൽപ്പെട്ട ആളുകളാണ്. അവർ ധാരാളം ഹസനാത്തുകൾ, നന്മകളുമായിട്ട് ഖിയാമത്ത് നാളിൽ വരും. അവർ നിസ്കാരവും നോമ്പും സക്കാത്തും ഇഅ്തിഖാഫും ഖിയാമുൽ ലൈലും എല്ലാ നന്മകളുമായിട്ട് അവർ വരും. ആ നന്മകളെ പറ്റി റസൂലുള്ളാഹി പറഞ്ഞു, അംസാലി ജിബാലി
തിഹാമത ബീളൻ, വെളുത്ത തിഹാമ പർവ്വതം പോലെ. മദീനയിലൊരു പർവ്വതമാണ്. ആ പർവ്വതം പോലെ അത്ര വലിയ അമലുകളുമായിട്ട്, അമൽ സ്വാലിഹാത്തുകളുമായിട്ട് അവർ അള്ളാന്റെ മുമ്പിലെത്തും. അല്ലാഹു അസ്സ വജല്ല ഹബാഅൻ മൻസൂറാ, അള്ളാഹു ആ അമലുകളൊക്കെ ധൂളികളാക്കി, ചെതറിയ ചാരമാക്കി അതിനെ പറപ്പിച്ചു കളയും. ഖാല സൗബാൻ, ഇത് കേട്ടപ്പോ സൗബാൻ റളിയല്ലാഹു അൻഹു പേടിയായി. ഇത്രയും വലിയ അമൽ സ്വാലിഹാത്തുകളുമായി, തിഹാമ പർവ്വതത്തിന്റെ അത്രയുള്ള അമൽ സ്വാലിഹാത്തുമായി അള്ളാന്റെ മുമ്പിലെത്തുകയും ആ അമൽ സ്വാലിഹാത്തുകൾ മുഴുവൻ അല്ലാഹു ഹബാഅൻ മൻസൂറ, ധൂളികളാക്കി പറപ്പിച്ചു കളയുകയും ചെയ്തല്ലോ. യാ റസൂലല്ലാഹ് സിഫ്ഹും ലനാ ജല്ലിഹിം ലനാ, അല്ലാഹുവിന്റെ റസൂലേ അവരെ പറ്റി ഞങ്ങൾക്ക് വിശദീകരിച്ചു തരൂ, അവരെ പറ്റി ഞങ്ങൾക്ക് സൂചന നൽകൂ. അൻലാ നകൂനു മിൻഹും വനഹ്നു ലാ നഅലം, അറിയാതെ ഞങ്ങൾ അവരിൽ പെട്ടുപോകാതിരിക്കാൻ ശ്രദ്ധിക്കുന്നതിന് വേണ്ടി ഞങ്ങൾക്ക് അവരെ പറ്റി വിവരം അറിയിച്ചു തരൂ അല്ലാഹുവിന്റെ റസൂലേ. ഖാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ പറ്റി അറിയിപ്പ് കൊടുത്തു. ആരാണവർ? അമ്മാ ഇന്നഹും ഇഖ്വാനുക്കും, നിശ്ചയമായിട്ടും അവർ നിങ്ങളുടെ സഹോദരങ്ങൾ തന്നെയാണ്, മുസ്ലിമീങ്ങൾ തന്നെയാണ്. വമിൻ ജിൽദതികും, നിങ്ങളുടെ തൊലികളിൽ നിന്നുള്ള നിങ്ങളുടെ വർഗത്തിൽപ്പെട്ടവർ തന്നെയാണ്. വയഖുദൂന മിനൽ ലൈലി കമാ തഅഖുദൂൻ, രാത്രി നിങ്ങൾ സ്വീകരിക്കുന്നത് പോലെ രാത്രിയെ സ്വീകരിച്ചവരാണവർ. അഥവാ രാത്രിയിൽ നിങ്ങൾ നിസ്കരിക്കുന്നത് പോലെ അവരും എഴുന്നേറ്റ് നിസ്കരിച്ചവരാണ്. പക്ഷേ അവരുടെ പ്രശ്നം എന്താണെന്നറിയുമോ? വലാകിന്നഹും അഖ്വാമുൻ ഇദാ ഖലൗ, അവരൊരു പ്രത്യേക ജനവിഭാഗമാണ്. അവരുടെ പ്രത്യേകത എന്താ? ഇദാ ഖലൗ, അവർ ഒറ്റക്കായി കഴിഞ്ഞാൽ ബിമഹാരിമില്ലാഹി ഇൻതഹഖൂഹാ, അല്ലാഹു ഹറാമാക്കിയതിൽ അവർ അങ്ങനെ അതിൽ വ്യാപൃതരായിക്കൊണ്ടിരിക്കും. അവർ ഒറ്റക്കായാൽ, രഹസ്യമായി അവരുടെ ജീവിതം നോക്കിയാൽ, പരസ്യമായി അവരെ പള്ളിയിൽ കാണാം, പരസ്യമായി ജമാഅത്തിന് കാണാം, പരസ്യമായി ജുമുഅക്ക് കാണാം, പരസ്യമായി അവരെ നന്മകളിൽ മുഴുവൻ കാണാം, നിങ്ങളെപ്പോലെ തന്നെ എന്ന് നിങ്ങൾ കരുതും. പക്ഷേ അവരുണ്ടല്ലോ, ഒറ്റക്കായി കഴിഞ്ഞാൽ, ആരും അവരെ കാണാനില്ല എന്നവർക്ക് മനസ്സിലായാൽ, ആരും അവരെ നോക്കാനില്ല എന്നവർക്ക് മനസ്സിലായാൽ, ബിമഹാരിമില്ലാഹി ഇൻതഹഖൂഹാ, പടച്ചവൻ ഹറാമാക്കിയതാണ് പിന്നെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുക. രഹസ്യ ജീവിതത്തിൽ തോന്നിവാസത്തിൽ മുഴുകിയവർ, ഏകാന്തമായി കഴിഞ്ഞാൽ അള്ളാനെ പറ്റി ഓർമ്മയില്ലാതെ തിന്മകളിൽ രമിച്ചു നടന്നവർ, പകലത്തവന്റെ നിസ്കാരം, ആ നിസ്കാരം അല്ലാഹു സുബ്ഹാനഹു തആല ഹബാഅൻ മൻസൂറ, ധൂളികളാക്കി പറത്തി കളയും. റമളാനിന്റെ ആളുകൾ കാണെ അവൻ നിർവഹിച്ച ഖിയാമു റമളാൻ ഹബാഅൻ മൻസൂറ, അവന്റെ തറാവീഹ് ഹബാഅൻ മൻസൂറ, അവന്റെ ഫിത്ർ സകാത്ത്, അവന്റെ സകാത്ത് ഹബാഅൻ മൻസൂറ, അല്ലാഹു ധൂളികളാക്കി പറത്തിക്കളയും. കാരണം എന്താ? അവൻ ഒറ്റക്കായാൽ അവൻ മറ്റൊരു മനുഷ്യനാണ്, ഹറാമിലാണവൻ, അല്ലാഹു നിഷിദ്ധമാക്കിയതിലാണവൻ, അല്ലാഹുവിന് വെറുപ്പുള്ള കാര്യങ്ങളിലാണവൻ. ആളുകൾക്കിടയിലോ അവൻ നല്ല അമൽ സ്വാലിഹാത്തുകളിലാണ്. ഇങ്ങനെ ജീവിച്ചവൻ, അവന്റെ അമൽ അല്ലാഹു അതിനെ ധൂളികളാക്കി പാറ്റി പറത്തിക്കളയും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കാണ്. അതുകൊണ്ട് വിശ്വാസികളെ, രഹസ്യ ജീവിതം ആ രഹസ്യ ജീവിതത്തെയും സൂക്ഷിക്കണം. ഒരു ചക്കവയുമില്ലാതെ, പടച്ചവനെ ഓർമ്മയില്ലാതെ, ആരും കാണാനില്ലെങ്കിൽ മറ്റൊരു സ്വഭാവം പ്രകടിപ്പിക്കുന്ന മഹാപാപം പേറുന്ന ആളുകളിൽ നമ്മൾ ഉണ്ടാവരുത്. അള്ളാഹുവിനെ പറ്റി ഭയമുള്ളവരായി ജീവിക്കണം. അത് രഹസ്യത്തിലായാലും പരസ്യത്തിലായാലും പടച്ചവനെ പറ്റി പേടിയുള്ളവരായിരിക്കണം. ഇനി അഥവാ ഒരു തെറ്റ് സംഭവിച്ചാലോ, മനുഷ്യൻ എപ്പോഴാ തെറ്റ് ചെയ്യുക? വിശ്വാസി തെറ്റ് ചെയ്യപ്പോഴാ? ആരും കാണാനില്ലാത്തപ്പോ തന്നെയാണ്. അല്ലാതെ ആളുകൾ കാണുക തെറ്റ് ചെയ്യുക ഫാജിറാണ്, ചെമ്മാടിയാണ്. പരസ്യമായി തെറ്റ് ചെയ്യുന്നത് ഫാജിറാണ്. വിശ്വാസി ആരും കാണാത്ത സമയത്ത് തന്നെയാണ് അവനിൽ തെറ്റുപറ്റുക. പരസ്യമായി ചെയ്യാനുള്ള അതിനുള്ള ലജ്ജയില്ലായ്മ അവനിൽ ഉണ്ടാവില്ല. വളരെ ലജ്ജയുണ്ടാകും, അതുകൊണ്ട് അവന് പരസ്യമായി ചെയ്യാൻ കഴിയില്ല. പക്ഷെ അവനിൽ തെറ്റുപറ്റുക എപ്പോഴാ? രഹസ്യമായി തന്നെയാണ്. രഹസ്യമായി ഒരു തെറ്റുപറ്റിയാൽ നമ്മൾ എന്ത് ചെയ്യണം സഹോദരങ്ങളെ? നമ്മുടെ ജീവിതത്തിൽ ഒരു തെറ്റുപറ്റിയാൽ നമ്മൾ എന്ത് ചെയ്യണം?
റസൂലുള്ളാഹി പറഞ്ഞല്ലോ, കുല്ലു ബനു ആദമ ഖതാഉൻ, ആദമിന്റെ മക്കളൊക്കെ തെറ്റുകാരാണ്. അള്ളാഹു അത് അംഗീകരിച്ചിട്ടുണ്ട്. ആദമിന്റെ മക്കളൊക്കെ തെറ്റുകാരാണ്, അള്ളാഹു അത് അംഗീകരിച്ചു. നമ്മളെ പ്രകൃതം അങ്ങനെയാണ്. നമ്മുടെ പ്രകൃതം അങ്ങനെയാണ്. തെറ്റിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന, തിന്മകളെ രസിക്കാൻ ആഗ്രഹിക്കുന്ന മനോഘടനയാണ് നമുക്കുള്ളത്. ആ മനോഘടന അള്ളാഹുവിനറിയാം. പക്ഷേ വഖൈറു ഖത്താഇന തവാബൂൻ, ഒരു തെറ്റ് പറ്റിയാൽ ആ തെറ്റിന്റെ പേരിൽ ഖേദിക്കണം. ആ തെറ്റ് ഇസ്തിഗ്ഫാർ ചെയ്യപ്പെടാതിരിക്കരുത്. ഒരബദ്ധം സംഭവിച്ചാൽ അവൻ ആദ്യം എന്ത് ചെയ്യുക? വുളൂ ചെയ്യണം. ഒരു വിശ്വാസിക്ക് ഒരു തെറ്റ് പറ്റിപ്പോയി, അവൻ എന്ത് ചെയ്യണം? അവന് വുളൂ ചെയ്യണം. സുമ്മ റകഅതൈനി, അവൻ 2 റകഅത്ത് അവന് നിസ്കരിക്കണം. 2 റകഅത്ത് അവൻ നമസ്കരിക്കണം. ആ 2 റകഅത്ത് നമസ്കരിച്ചിട്ട് അവന്റെ കൈകൾ ആകാശത്തേക്ക് ഉയരണം. എന്നിട്ട് അള്ളാഹുവിനോട് അവൻ മഗ്ഫിറത്തിനെ ചോദിക്കണം, അള്ളാഹുവിനോട് പാപമോചനത്തെ ചോദിക്കണം. വിശ്വാസിക്ക് തെറ്റുപറ്റിയാൽ അങ്ങനെ വേദന ഉണ്ടാവും, ഉറങ്ങാൻ പറ്റൂല, സമാധാനം ഉണ്ടാവൂല, സ്വസ്ഥത ഉണ്ടാവൂല. അള്ളാഹിനോട് അവൻ കരഞ്ഞു തേടും. അത്തരം ആളുകൾക്ക് അള്ളാഹു മഗ്ഫിറത്ത് കൊടുക്കും. തെറ്റൊക്കെ ചെയ്യും, അത് കഴിഞ്ഞ് അടുത്ത ദിവസം നന്മ ചെയ്യും, അതിന്റെ അടുത്ത ദിവസം തിന്മ ചെയ്യും, പിന്നെ നന്മ ചെയ്യും. മനസ്സിൽ തെറ്റ് വേദനിപ്പിക്കുന്നില്ല. ഒരു തെറ്റ് സംഭവിച്ചതിന് ശേഷം മനസ്സ് അസ്വസ്ഥമാകുന്നില്ല, കരയുന്നില്ല അവന്റെ കണ്ണുകൾ, അള്ളാഹുവിനെ പറ്റി അവന് ഭയപ്പെടുന്നില്ല. അടുത്ത ദിവസത്തിലേക്ക് അവൻ പ്രവേശിക്കുന്നു. വിശ്വാസിക്ക് അതുണ്ടാവാൻ പാടില്ല. തെറ്റ് വിശ്വാസിക്ക് പറ്റും, ഒരു സംശയവുമില്ല. മഹാപാപങ്ങൾ സംഭവിച്ചു പോവും, വലിയ തെറ്റ് സംഭവിച്ചു പോവും. കാരണം അവൻ ദുർബലനാണ്. ആ വലിയ തെറ്റ് സംഭവിച്ചാൽ അവൻ സ്വസ്ഥമായിരിക്കരുത്. അതാണ് വിശ്വാസിന്റെ പ്രത്യേകത. അവന്റെ മനസ്സ് പടയണം, അവന്റെ മനസ്സ് നീറണം, അവൻ അള്ളാഹനെ വിളിക്കണം. അങ്ങനെ വിളിച്ച് തേടുമ്പോ രഹസ്യ ജീവിതത്തിൽ തെറ്റ് അള്ളാഹ് പുറത്തെടുക്കും. ഇതങ്ങനെയല്ല, ഇത് രഹസ്യ ജീവിതം അതിനുവേണ്ടി മാറ്റിവെച്ചിരിക്കുക. ആളുകൾ കാണുന്നില്ലെങ്കിൽ ഫാജിറിന്റെ സ്വഭാവം, ആളുകൾ കാണുന്ന സമയത്ത് മുഅ്മിനിന്റെ സ്വഭാവം. ഇങ്ങനെ 2 രൂപത്തിൽ ജീവിക്കുന്ന ദുൽവജ്ഹൈനിയായിട്ടുള്ള മനുഷ്യന്മാർ, അവരെ പറ്റിയിട്ട് അവർക്ക് അവരുടെ അമലുകൾ ഒന്നും അല്ലാഹ് സ്വീകരിക്കാൻ പോണില്ല. എത്ര റമളാനിൽ അവർ ജീവിച്ചിട്ടും കാര്യമില്ല, എത്ര റമളാനിൽ അവർ ജീവിച്ചിട്ടും കാര്യമില്ല. അല്ലാഹു സുബ്ഹാനഹു തആല അമല് ഇവിടുന്ന് തന്നെ ധൂളികളാക്കി കളയും. പടച്ചവൻ ആകാശത്തേക്ക് ഉയരൂല. ഇനി മൂന്നാമത്തെ ഒരു കൂട്ടരുണ്ട്, ആകാശത്തേക്കൊക്കെ ഉയരും. പക്ഷേ അവർ അള്ളാഹുവിന്റെ അടുത്തേക്ക് അവർ എത്തുക എങ്ങനെയാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ബിസ്വലാത്തിൻ വസിയാമിൻ വസകാത്തിൻ. അവർ നിസ്കരിച്ചവരായിട്ടാണ്, നോമ്പ് നോറ്റവരായിട്ടാണ്, സക്കാത്ത് കൊടുത്തവരായിട്ടാണ് അവർ പരലോകത്തേക്ക് എത്തുന്നത്. അതൊക്കെ അവരുടെ അക്കൗണ്ടിലുണ്ട്. അള്ളാഹു അവരുടെ പേരിൽ എഴുതി വെച്ചിട്ടുണ്ട്. വയഅതി ഖദ് ശതമ ഹാദാ വകദഫ ഹാദാ വഅകല മാല ഹാദാ വസഫഖ ദമ ഹാദാ വളറബ ഹാദാ. പക്ഷേ അവരുടെ പിറകിൽ വേറെ ചില ആളുകളും കൂടി വരുന്നുണ്ട്. അവർ നിസ്കരിച്ചവനായിട്ടാണ് വരുന്നത്, സക്കാത്ത് കൊടുത്തവനായിട്ടാണ് വരുന്നത്. ആ സക്കാത്തിന്റെയും നിസ്കാരത്തിന്റെയും നോമ്പിന്റെയും അവന്റെ അമൽ സ്വാലിഹാത്തിന്റെ പ്രതിഫലം വാങ്ങാൻ വേണ്ടി അവൻ വരുമ്പോ വയഅതി ഖദ് ശതമ ഹാദാ, അവൻ ചീത്ത വിളിച്ചവൻ ഇതാ അവന്റെ പിറകെ വരുന്നു. വഖദഫ ഹാദാ, അവൻ അപവാദം പറഞ്ഞു പരത്തിയവൻ അവന്റെ പിറകെ വരുന്നു. വഅകല മാല ഹാദാ, അവൻ ധനം തട്ടിച്ചവൻ അവന്റെ പിറകെ വരുന്നു. ഫസഫഖ ദമ ഹാദാ, അവൻ രക്തം ചീന്തിയവൻ അവന്റെ പിറകെ വരുന്നു. വളറബ ഹാദാ, അവൻ മർദ്ദിച്ചവൻ അവന്റെ പിറകെ വരുന്നു. അവന്റെ നിസ്കാരം, നോമ്പും സക്കാത്തും ഓഹരി വെക്കാൻ, അമൽ സ്വാലിഹാത്തുകൾ ഓഹരി വെക്കാൻ അവൻ ദുനിയാവിൽ ഉപദ്രവിച്ച മുസ്ലിമീങ്ങൾ വരുന്നു. അവന്റെ ഓരോ നന്മകൾ എടുത്തിട്ട് വരുന്നവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു തആല. അവന്റെ നിസ്കാരാണ്, അവന്റെ ഖിയാമുൽ ലൈലാണ്, അവന്റെ ഇഅ്തികാഫാണ്, അവന്റെ ഫിത്ർ സക്കാത്താണ്, അവന്റെ സക്കാത്താണ്, അവന്റെ സദഖയാണ്, അവന്റെ ഹജ്ജാണ്, അവന്റെ ഉംറയാണ്. പക്ഷേ കൊണ്ടുപോകുന്നത് ആരാണ്? അവൻ അപവാദം പറഞ്ഞു. അവന് ദുനിയാവിൽ വെച്ച് ഒരുത്തനെ പറ്റി ഇല്ലാത്തത് പറഞ്ഞു. ഒരുത്തന്റെ രഹസ്യ ജീവിതം ആളുകളുടെ ചെവിയിൽ കുറുകി കൊടുത്തു. ഒരുത്തന്റെ ജീവിതത്തിൽ സംഭവിച്ച തെറ്റ് പറഞ്ഞ് പരത്തി അവൻ ആളുകൾക്കിടയിൽ നാണം കെടുത്തി. ഒരുത്തനുമായി സാമ്പത്തിക ഇടപാട് നടത്തിയിട്ട് വഞ്ചിച്ചു.
വായ്പ വാങ്ങിയിട്ട് തിരിച്ചു കൊടുത്തില്ല, കച്ചവടം നടത്തിയിട്ട് ആ കച്ചവടത്തിൽ വഞ്ചിച്ചു. അതുപോലെ തന്നെ സാമ്പത്തിക ഇടപാടിൽ എന്തെല്ലാം ബാത്തിലുകളുണ്ടോ അതൊക്കെ ചെയ്തു നടന്നു. പിന്നെയോ ആളുകളുടെ മേൽ കൈവച്ചു, ആളുകളെ മർദ്ദിച്ചു, ആളുകളെ ചീത്ത വിളിച്ചു, ആളുകളെ പരിഹസിച്ചു, ആളുകളെ കൊന്നുകളഞ്ഞു. അവനൊക്കെ അവന്റെ അമൽ സ്വാലിഹാത്തുകൾ പങ്കുവെക്കുകയാണ്. അവന് ഈ ചെയ്ത തിന്മകൾ, അവന്റെ മേൽ എഴുതപ്പെട്ട തിന്മകൾ ഉണ്ടല്ലോ, ആ തിന്മകൾ കഴിയുന്നതിന് മുമ്പ് ആളുകൾക്ക് ഓഹരി വെച്ച് കൊടുത്ത് ആ ഓഹരിയൊക്കെ തീർന്നു. പക്ഷെ അവന്റെ പാപം തീർന്നിട്ടില്ല. അല്ലാഹു റസൂൽ പറയാ, ചീത്ത വിളിച്ചവന് നിസ്കാരം കൊടുത്തു, അപവാദം പറഞ്ഞവന് നോമ്പെടുത്തു കൊടുത്തു, അതുപോലെ തന്നെ അവൻ മോശമായി പെരുമാറിയവൻ അവന് സക്കാത്ത് എടുത്തു കൊടുത്തു. പിന്നെയും പരാതിക്കാരി കൊടുക്കാൻ അമൽ സ്വാലിഹാത്ത് തീർന്നും പോയി. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, ഉഖിദ മിൻ ഖതായാഹും, എങ്കിൽ ഈ പരാതിയുമായി വന്നവന്റെ തിന്മയുണ്ടല്ലോ ആ തിന്മ ഇങ്ങോട്ടെടുക്കും. ഫതുരിഹത് അലൈഹി, എന്നിട്ട് അവന്റെ മേൽ പകരം വെച്ചു കൊടുക്കും. സുമ്മ തുരിഹ ഫിന്നാർ, എന്നിട്ട് അവനെ നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞു കളയും. അല്ലാഹുവിന്റെ റസൂൽ പറയാ, ആരാ? നോമ്പുകാരനാണ്. വന്നത് എങ്ങനെയാണ്? യഅതി യൗമൽ ഖിയാമത്തി ബിസ്വലാത്തിൻ വസിയാമിൻ വസകാത്തിൻ. ഖിയാമത്ത് നാളിൽ അവൻ വന്നത് നിസ്കാരം കൊണ്ടാണ്, നോമ്പ് കൊണ്ടാണ്. നമ്മളെപ്പോലെ 30 നോമ്പെടുത്തിട്ടാണ് അങ്ങോട്ട് ചെന്നത്. പക്ഷേ ആളുകളെ മനസ്സ് വേദനിപ്പിച്ചും ആളുകളെ പ്രയാസപ്പെടുത്തിയിട്ടും ഫിത്നയുണ്ടാക്കിയിട്ടും ജീവിച്ചു. ആ നോമ്പും സക്കാത്തും ഹജ്ജും ഉംറയും ഒക്കെ വീതിച്ചു കൊടുക്കണം. എന്നിട്ടും തീർന്നിട്ടില്ലെങ്കിലോ പരാതിക്കാരന്റെ തിന്മ ഇങ്ങോട്ടേക്ക് പേറേണ്ട വരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, ഈ 3 കൂട്ടരിൽ നമ്മളില്ല എന്ന് ഉറപ്പുവരുത്തുക. ഈ 3 കൂട്ടരിൽ നമ്മളില്ല എന്ന് ഉറപ്പുവരുത്തുക. എന്നിട്ട് കാത്തിരിക്കുക, അല്ലാഹുവേ ഈ റമളാൻ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ, ഈ റമളാനിലെ ഞങ്ങളുടെ നോമ്പ്, ഞങ്ങളുടെ നമസ്കാരം, ഞങ്ങളുടെ അമൽ സ്വാലിഹാത്തുകൾ എല്ലാം സ്വീകരിക്കണേ എന്ന് പ്രാർത്ഥിക്കുക. ഈ 3 കൂട്ടരിൽ ഉണ്ടാവരുത്. ഈ 3 കൂട്ടരിൽ ഉണ്ടായാൽ പ്രാർത്ഥിച്ചിട്ടും കാര്യമില്ല. മനസ്സിലാക്കിക്കോ, പ്രാർത്ഥിച്ചിട്ടും കാര്യമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തു രക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീ. അസ്സലാത്തു വസ്സലാമു അലാ ഖാതമിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യിനൽ ഹബീബി മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി അർഹതക്കനുസൃതമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. നമ്മുടെ ഈ പള്ളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെയുള്ള മദ്രസ പഠനം ഇവിടെ നടക്കുന്നുണ്ട്. അതിൻ്റെ അഡ്മിഷൻ കാലയളവാണ് ഇതുവരെ ഉണ്ടായത്. നാളെ മുതൽ മദ്രസ ക്ലാസ്സുകൾ ആരംഭിക്കുന്നതാണ്. നിങ്ങളുടെ പരിചയത്തിലോ കുടുംബത്തിലോ ഉള്ള 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെ മദ്രസ പഠനം നടത്തുന്ന പ്രായപരിധിയിലുള്ള കുട്ടികളുണ്ടെങ്കിൽ നിർബന്ധമായും ആ മക്കളെ ഈ മദ്രസയിൽ ചേർത്തുവാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം നമുക്കറിയാം, മതവിദ്ബോധം എത്രയോ താന്നുകൊണ്ടിരിക്കുന്നുവോ അത്രയും അശ്ലീലതകളിലേക്ക് മനുഷ്യൻ ആഴ്ന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലാണ്. നമ്മളെപ്പോലെയൊന്നല്ല, ചുറ്റും അശ്ലീലതകൾക്ക് ആവേശം കൊടുക്കുന്ന സാമൂഹിക അന്തരീക്ഷമാണ്. നമ്മുടെ മക്കൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അത്തരമൊരു കാലഘട്ടത്തിലാണ്. നമ്മളെപ്പോലെ സുരക്ഷിതമായ ഒരു സാമൂഹിക സാഹചര്യത്തിലല്ല, പരസ്യമായി തിന്മ ചെയ്യാൻ പറ്റാത്തൊരു സാമൂഹിക സാഹചര്യത്തിലല്ല, മറിച്ച് പരസ്യമായി തിന്മ ചെയ്യുകയും പരസ്യമായി അതിനെ എന്റർടൈൻമെന്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ മക്കൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ മക്കൾക്ക് സുരക്ഷിതത്വം ഉണ്ടാവണമെങ്കിൽ, അവരുടെ രഹസ്യ ജീവിതത്തിലും ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യാൻ പറ്റില്ല എന്ന ബോധമുണ്ടാകണമെങ്കിൽ അള്ളാഹുവിനെയും പരലോകത്തെയും പറ്റിയിട്ടുള്ള ഓർമ്മ ഉണ്ടാവണം. അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും സ്നേഹം, അതിൻ്റെ വില അവർക്ക് മനസ്സിലാവണം. അത് മദ്രസയിൽ നിന്നാണ്, മതവിദ്യാഭ്യാസത്തിൽ നിന്നാണ്. അതുകൊണ്ട് മതവിദ്യാഭ്യാസം ഒരു നിലക്കും കിട്ടാത്ത കുട്ടികൾ നമ്മുടെ പരിചയത്തിലുണ്ട്. ഈ സ്ഥാപനത്തിൻ്റെ അടുത്ത് ജീവിക്കുന്ന
നമ്മുടെ പരിചയക്കാരിലും കുടുംബക്കാരിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരോട് സംസാരിച്ച് ആ കുട്ടികളെ ഈ മദ്രസാ പഠനത്തിന് വേണ്ടി കൊണ്ടുവരണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു തആല ഇഷ്ടപ്പെട്ട ദാസന്മാരുടെ കൂട്ടത്തിൽ ജീവിക്കാനും അവൻ ഇഷ്ടപ്പെട്ട ദാസന്മാരുടെ കൂട്ടത്തിൽ തന്നെ മരിക്കാനുമുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മുസ്ലിമായി മുഅ്മിനായി മുവഹിദായി അള്ളാഹു നമ്മളെ മരിപ്പിക്കുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു തആല നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും ഒന്നൊഴിയാതെ വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു തആല നന്മകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വേളയിൽ മരണപ്പെടുന്ന ഭാഗ്യവാന്മാരിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ജീവിതത്തിൽ ദുഷ്കർമ്മങ്ങൾ പാപങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മരണപ്പെട്ടു പോകുന്ന ഹതഭാഗ്യവാന്മാരിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മുടെ മരണത്തിന്റെ സമയത്ത് നമ്മളെ പൊരുത്തപ്പെട്ട നമ്മളെ തൃപ്തിപ്പെട്ട അവസ്ഥയിൽ മരിക്കാനുള്ള ഭാഗ്യം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു തആല അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ കുടുംബത്തോടു കൂടി പ്രവേശിക്കുന്ന വിശ്വാസികളെ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. വിശുദ്ധമായ ഈ റമളാനിൽ ഒരുപാട് പോരായ്മകളോടെയാണെങ്കിലും നമ്മളെടുത്ത ഓരോ അമൽ സ്വാലിഹാത്തുകളും അള്ളാഹു അതിൻ്റെ പോരായ്മകൾ പുറത്തുകൊണ്ട് സ്വീകരിക്കുമാറാകട്ടെ. അതിൻ്റെ കുറവ് അള്ളാഹു പുറത്തുകൊണ്ട് മാപ്പാക്കിക്കൊണ്ട് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു തആല അമലുകൾ നഷ്ടപ്പെട്ടു പോകുന്ന നിർഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾച്ചേരുന്നതിൽ നിന്ന് കാത്തു സംരക്ഷിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. وآخر دعوانا الحمد لله رب العالمين والصلاة والسلام على خاتم الأنبياء والمرسلين.